ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് അടക്കുന്നത് റിലീസ് പോർട്ടൽ വഴിയായിരുന്നു. അതായത് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പോർട്ടൽ വഴിയായിരുന്നു നമ്മൾ ലാൻഡ് ടാക്സ് ഒക്കെ അടച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ഒരു വർഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അടുത്ത വർഷം പേയ്മെൻറ്റ് ചെയ്യാനാകുമ്പോഴായിരിക്കും മിക്ക ആളുകളും ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ ലോഗിൻ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പല ആളുകളും ചോദിച്ചിരുന്നു ഈ ഒരു പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, എത്ര തന്നെ നോക്കിയിട്ടും സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലീസ് സൈറ്റിലേക്കുള്ള ലോഗിൻ പാസ്വേഡ് വളരെ എളുപ്പത്തിൽ റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ മുകൾ ഭാഗത്ത് സിറ്റിസൺ രജിസ്ട്രേഷൻ, സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മളിവിടെ താഴെയുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ യൂസർ നെയിം ഓർ മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിന് താഴെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മാൾ ലെറ്റേഴ്സും ഉണ്ടായിരിക്കണം, നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് തുടർച്ചയായ നമ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിളായിട്ട് 3, 4 അല്ലെങ്കിൽ 1, 2 തുടങ്ങിയ അടുത്തടുത്ത നമ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് 5 തവണ ഉപയോഗിച്ച പാസ്വേഡുകൾ ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ പാസ്വേഡ് ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള പാസ്വേഡ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നൽകുക. അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്തും ആ ഒരു പാസ്വേഡ് ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള ആ ഒരു കോഡ് അതിന് താഴെയുള്ള കോളത്തിൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാസ്വേഡ് നമ്മൾ സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ റിലീസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് വളരെ എളുപ്പത്തിൽ റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.